കമനീയ കിശോരമുഗ്ധമൂർത്തേ കളവേണുകുണിതാദൃനാനനേന്ദോ മമ വാജി വിജൃംഭതാം മുരാരേ മധുരിം നഃ കണികാപി കാപി കാപി മദശിഖണ്ഡി ശിഖണ്ഡ വിഭൂഷണം മദനമന്ധരമുഗ്ധമുഖാംബുജം വ്രജവധൂനയനാഞ്ജലവഞ്ചിതം വിജയതാം മമ വാങ്മയജീവിതം യോന്തപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാംനാ അന്യാംശ ഹസ്തചരണശ്രവണത്വഗാദീൻ പ്രാണാൻ നമോ ഭഗവത്തെ പുരുഷായ തുഭ്യം. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. മള്ളിയൂർവാസിനം ശാന്തം ജ്ഞാനവൈരാഗ്യഭൂഷണം ശ്രീഭാഗവതനിഷ്ണാതം നൗമിതം ലോകശങ്കരം. സദ്ഗുരുഭ്യോ നമഃ. മഥുര ലീലകളില് രാമകൃഷ്ണന്മാര് മല്ലരംഗത്തിൽ പ്രവേശിച്ചതും മല്ലന്മാർക്ക് ഇടിവാളായിക്കൊണ്ടും അതുപോലെ തന്നെ സാധാരണ ജനങ്ങൾക്ക് നരവരനായിക്കൊണ്ട് രാജാവായിക്കൊണ്ടും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കന്ദർപ്പൻ കാമദേവൻ ശരീരം സ്വീകരിച്ചു വന്നതുപോലെയും ഗോപന്മാർക്ക് തൻ്റെ സ്വന്തം സുഹൃത്തായിട്ടും രാക്ഷസന്മാരായിട്ടുള്ള അസുരന്മാർക്ക് ശിക്ഷിക്കുവാൻ വേണ്ടിയിട്ട് വന്നതായിട്ടുള്ള ഒരു ചക്രവർത്തിയായിട്ടും സ്വന്തം അച്ഛനമ്മമാർക്ക് മകനായിക്കൊണ്ടും ഭോജരാജാവായിട്ടുള്ള കംസന് മൃത്യു ആയിക്കൊണ്ടും ധാരാളം ഋഷീശ്വരന്മാര് അവരെന്നും മനസ്സിലാക്കുന്നതായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപമായിക്കൊണ്ടും യദുവൃഷ്ണികൾക്ക് അവരുടെ പരദേവതയായിക്കൊണ്ടുമൊക്കെ ആ ബലരാമസ്വാമിയോടുകൂടി ഭഗവാൻ കൊടുത്തതായിട്ടുള്ള ദർശനം. അതിനുശേഷം പോർവിളിയോടുകൂടി യുദ്ധം ആരംഭിക്കുവാൻ വേണ്ടിയിട്ട് ചാണൂരൻ മുഷ്ടികൻ യുദ്ധത്തിന് വിളിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ കുട്ടികളാണ്. അപ്പൊ അവര് പറഞ്ഞു കുട്ടികളായിട്ടാണോ ഈ 1000 അല്ലെ ആനകളുടെ ബലമുള്ള കുവലയാപീഠത്തെ നിഗ്രഹിക്കുക എന്നുള്ളത്? എന്തായാലും ആ കുവലയാപീഠത്തെ നിഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങള് ബലവാന്മാര് തന്നെയാണ്, അതുകൊണ്ട് വേഗം നിങ്ങൾ യുദ്ധത്തിനായിട്ട് വരണം എന്ന് അവിടുന്ന് ചാണൂരനും മുഷ്ടികനും കൂടി, അങ്ങനെ ചാണൂരൻ ഭഗവാനോടും മുഷ്ടികൻ ബലരാമേട്ടനോടും കൂടി മൽപ്പിടുത്തം ആരംഭിക്കുകയാണ് അവിടെ. അത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ അധ്യായം പറഞ്ഞതെങ്കിൽ ഇനി ശ്രീ ശിവബ്രഹ്മർഷി പറയുന്നു, ഏവം ചർച്ചിത സങ്കൽപ്പോ ഭഗവാൻ മധുസൂദന ആസസാദാഥ ചാണൂരം മുഷ്ടികം രോഹിണീ സുത. ഇങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറപ്പിച്ചു വെച്ചതായിട്ടുള്ള രീതിയിൽ തന്നെ ചാണൂരൻ ശ്രീ ഭഗവാനോടുകൂടിയും അതുപോലെ തന്നെ ബലരാമേട്ടൻ മുഷ്ടികനോടും മല്ല യുദ്ധത്തില് അവിടെ നേരിട്ടു. എന്നിട്ടോ ഹസ്താഭ്യാം ഹസ്തയോർ പദ്ഭ്യാമേവ ചപാദയോഹോ, കൈകള് തമ്മില് പരസ്പരം കോർത്തുകൊണ്ട് കാലുകളും പരസ്പരം പിണച്ച് ജയിക്കുവാനുള്ള വെമ്പലിന് വേണ്ടിയിട്ട് പരസ്പരം പിടിവലി തുടങ്ങി. അവിടെ കൈമുട്ടുകൾ കൊണ്ട് കൈമുട്ടുകള്, അതുപോലെ തന്നെ കാൽമുട്ടുകൾ കൊണ്ട് കാൽമുട്ടുകള്, പിന്നെ അത് തന്നെയല്ല ശിരശീഷ്ണോരസോരസ്താവന്യോന്യം അഭിജഗ്നതു, പരസ്പരം അവരുടെ ശിരസ്സുകൊണ്ട് തല തമ്മിൽ കൂട്ടിയിടിക്കുക.
പോരാ, മാർവിടം തമ്മിൽ കൂട്ടിയിടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആ മല്ല യുദ്ധത്തിന്റെ എല്ലാ മുറകളും ആ രാമകൃഷ്ണന്മാരും മുഷ്ടികനും ജാണൂരുമായിട്ട് പല തരത്തിലുള്ള രീതിയിൽ അവിടെ യുദ്ധം, അല്ലെ? മല്ലയുദ്ധത്തിൽ എന്താണ്? വട്ടം ചുറ്റിക്കുക, എടുത്തെറിയുക, കെട്ടിമറിയുക, അല്ലെ, തള്ളിയിടുക, മുന്നോട്ടും പിന്നോട്ടും തള്ളുക, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള അടവുകൾ മുഴുവൻ അവര് ആ മല്ലയുദ്ധത്തിലൂടെ രാമകൃഷ്ണന്മാര് അവിടെ ചെയ്യുന്നതായിട്ട് ഓരോരുത്തരും കണ്ടുകൂടെ. ഓരോരുത്തർക്കും താൻ ജയിക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ആ സമയത്ത് ശത്രുതാ മനോഭാവം അങ്ങ് കൂടുകൂടെ, അല്ലെ? ശത്രുവായിട്ടാണ് മല്ലരംഗത്തിൽ മല്ലന്മാരെ കാണുന്നത് അവിടെ. അതുകൊണ്ട് വീണ് കഴിഞ്ഞാൽ എന്താണ്? ചവിട്ടി നശിപ്പിക്കുക, എന്നിട്ടോ പൊക്കിയെടുത്തോട് കൊണ്ടിടുക. ഇതൊക്കെയാണ്. അതിൽ നിന്നും കൊതറി അവിടുന്ന് ഓടുക. ഇങ്ങനെ ശരീരത്തെ ഇങ്ങനെ നോവിപ്പിക്കുന്ന രീതിയിലുള്ള മുറകളൊക്കെ അവിടെ ആരംഭിച്ചു. ഒരു ഭാഗത്താരാണ്? ഒരു ഭാഗത്ത് ഗംഭീര മല്ലന്മാര്, മല്ലനും അല്ലെ, ആ മുഷ്ടികനും ജാണൂരനും. എന്നാൽ മറ്റേ ഭാഗത്തോ കൊച്ചുകുട്ടികളായിട്ടുള്ള രാമകൃഷ്ണന്മാര്. ഇത് കണ്ടപ്പോഴേക്കും അവിടെ കൂടിയിട്ടുള്ള ആ ആൾക്കാരൊക്കെ ആകെ, അവരൊക്കെ പരിഭ്രമമായി. അവിടെ ഊജു പരസ്പരം രാജൻ സാനുകമ്പാവരൂധച. അവിടെ കൂടിയിട്ടുള്ള സ്ത്രീകളൊക്കെ മുറവിളി കൂട്ടിക്കൊണ്ട് അവർ പറഞ്ഞു പരസ്പരം, മഹാനയം യഥാധർമ്മ യേഷാം രാജസഭാസദാം ഏ ബലാബലവത് യുദ്ധം രാജ്ഞോന്വിച്ഛന്തി പശ്യത. ഇങ്ങനെ ചെയ്യുന്ന യുദ്ധം എന്ന് പറയുന്നത് ധർമ്മമാണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ബലന്മാരും ബലമില്ലാത്തവരും തമ്മിൽ ചേർന്നുള്ള യുദ്ധം, അത് ഒരിക്കലും എന്താണ്? അതെങ്ങനെ? അവിടെ ഭോജരാജാവായിട്ടുള്ള രാജാവിന്റെ മുമ്പിൽ വെച്ചാണ് ഇത് ചെയ്യുന്നത്. അത് വലിയൊരു അധർമ്മം തന്നെയാണത്. ഒരു ഭാഗത്ത് ബലമുള്ളവര്, മറ്റു ഭാഗത്ത് ബലശാലികള്. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾക്കാർ തമ്മിലുള്ള മല്ലയുദ്ധം മഹാകഷ്ടം തന്നെയാണ്. കാരണം എന്താണ്? രാജാവിന്റെ ദൃഷ്ടിയിലൂടെ ഇങ്ങനെയുള്ള അധർമ്മം നടക്കുന്നല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പലരും അവിടുന്ന് പരസ്പരം സംസാരിക്കാൻ, ഇതിന് അനുവദിക്കരുത് എന്നുള്ള രീതിയിൽ സദസ്യന്മാരെയൊക്കെ വിളിച്ച് അവരുടെ ആ പ്രവൃത്തി ധിക്കാരം ആണെന്നുള്ളൊരു ഭാവത്തോടുകൂടി വജ്രം പോലെ അതികഠിനവും പരിപരുത്തതുമായിട്ടുള്ള, പർവ്വതം പോലെ പട്ടുകൂറ്റനുമായിട്ടുള്ള ശരീരമാണ് ഈ മുഷ്ടികനും ജാണൂരനും ഒക്കെ. അങ്ങനെയുള്ള ആ മല്ലന്മാരുടെ ഇടയിലാണ് അല്ലെ സുകുമാരന്മാരായിട്ടുള്ള ചെറിയ പൈതങ്ങളായിട്ടുള്ള യൗവനം പോലും പ്രാപിച്ചിട്ടില്ലാത്ത രാമകൃഷ്ണന്മാര്. അപ്പൊ ഈ ഒരു സദസ്സിന് കണ്ടു കഴിഞ്ഞാൽ എന്താണ്? ധർമ്മച്യുതി എന്നുള്ളത് നിശ്ചയമായിട്ടും പറയാം, അല്ലേ? അപ്പം അത് യഥാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതും ദോഷമാണെന്ന് വിചാരിച്ചുകൊണ്ട് ചില ആൾക്കാര്, അത് സദസ്യർക്കും അത് ദോഷമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവര് വേഗം എന്താണ്, കുറച്ചു പേരൊക്കെ അവിടെ നിന്നും ഇറങ്ങി പോകാൻ തുടങ്ങി അവിടുന്ന്. എന്തായാലും അത് പറഞ്ഞില്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും അത് പാപമായിട്ട് വരും അത്. അപ്പൊ ഒരു സദസ്സിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ളത് അന്വേഷിക്കണം. അവിടെ അറിയാതെ കടന്നു ചെന്നാൽ അധർമ്മമാണെന്ന് അറിഞ്ഞ് ആർക്കെങ്കിലും അത് ഹിതമാകില്ലെന്ന് വിചാരിച്ച് തുറന്ന് ഇരുന്നാലോ, അല്ലെ? കാര്യം അറിഞ്ഞിട്ടും അത് സൂചിപ്പിച്ചില്ലെങ്കിൽ അതും ദോഷമാണ്. അതുകൊണ്ട് ആൾക്കാരൊക്കെ അവിടുന്ന് വലിയ വിളിച്ചങ്ങ് പറഞ്ഞു. അവിടുന്ന് മഹാപാപമാണ് ഇവിടെ. ബലവാന്മാര് തമ്മിൽ ചെയ്യേണ്ടതായിട്ടുള്ള മല്ലയുദ്ധം കൊച്ചുകുട്ടികളും ബലശാലികളുമായിട്ടുള്ള യുദ്ധം, അതൊന്നും ഒരിക്കലും ചെയ്യരുതാത്തതാണ്. അപ്പം അവിടെ കൂടിയിട്ടുള്ള ഗോപികളായിട്ടുള്ള സ്ത്രീകളായിക്കോട്ടെ, അവരുടെയൊക്കെ അക്കാലത്തെ ആ ധർമ്മബോധവും ശാസ്ത്രജ്ഞാനവും ഒക്കെ നമുക്ക് അതിലൂടെ കാണാൻ സാധിക്കുന്നു പറയാണ്. അവിടെ ആ തന്നെ നേരിടുന്നതായിട്ടുള്ള ചാണൂരനെ നാല് പാടും പാഞ്ഞു നടക്കുന്നതായിട്ടുള്ള ആ കൃഷ്ണന്റെ വേർപ്പുതുള്ളികൾ നിറഞ്ഞതായിട്ടുള്ള മുഖാരവിന്ദം കാണുമ്പോൾ, ആ വിടർന്ന ജലകണങ്ങൾ നിറഞ്ഞതായിട്ടുള്ള താമരയുടെ ഉൾഭാഗം എങ്ങനെയാണോ അതേപോലെ പത്മകോശമിവംബുഭി, ഭഗവാന്റെ മുഖകമലത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് നിറച്ച് എന്താണ്
ഈ വേർപ്പ് തുള്ളികൾ ഇങ്ങനെ വന്ന് പെട്ടിരിക്കുകയാണ്. അപ്പം മുഖകമല ഒരു താമര തുറന്നു നിൽക്കുമ്പോൾ അതിന്റെ ഉൾഭാഗത്ത് ജലകണങ്ങള് ഇങ്ങനെ വിട്ടുവിട്ട് നിൽക്കുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. കോപത്തോടുകൂടി ആ മുഷ്ടികനുമായി ഏറ്റുമുട്ടുന്നതായിട്ടുള്ള ബലരാമനോ അല്പം ചുവന്ന കണ്ണുകളോടുകൂടി, അല്ലെ, രാമസ്യ മുഖതാമ്രലോചനം, മുഖമാ താമ്രലോചനം മുഷ്ടികം പ്രതി സാമർഷം ഹാസ സംരംഭശോഭിതം. ചുവന്ന കണ്ണുകളോടും ഒരു ചെറിയ മന്ദഹാസാഞ്ചിതം പോലും ആ മുഖത്ത് കാണാനില്ല എന്ന് പറയാണ്. ഒരു ലവലേശം പോലും ചിരി പോലും ഇല്ലാത്ത ആ രാമന്റെ മുഖം. ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ആ രാമകൃഷ്ണന്മാരുടെ മഹത്വത്തെ കുറിച്ചൊക്കെ ഇനി അവിടെ പറയാണ്. പുണ്യാപദ വ്രജഭുവോ യഥയം നൃലിംഗഗൂഢ പുരാണ പുരുഷോ വനചിത്രമാല്യ ഗാപാലയൻ സഹബല കൊണയം ശവേണും വിക്രീഡയാഞ്ചതി ഗിരിത്രരമാർച്ചിതാഘ്രേ. ഗോകുലത്തിലെ ഭൂപ്രദേശം ശരിക്കും എന്താണ്? ഇന്ന് പുണ്യം ചെയ്ത സ്ഥലമാണത്. അതാണ് പുണ്യാപദ വ്രജഭൂവോ. ആ വ്രജഭൂമി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് പുണ്യം ചെയ്തതെന്ന് പറയാൻ കാരണം, ആദിപുരുഷനും അല്ലെ പരമേശ്വരനും മഹാലക്ഷ്മിയാലും ഒക്കെ പൂജിക്കപ്പെടുന്നതായിട്ടുള്ള പരമപുരുഷനായിട്ടുള്ള ആ ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ഭഗവാൻ എന്താണ്, ഒരു മനുഷ്യ ശരീരം സ്വീകരിച്ചുകൊണ്ട് അല്ലെ തന്റെ ആ രഹസ്യം മൂടപ്പെടുത്തിക്കൊണ്ട് ആ വ്രജഭൂവത്തിൽ അങ്ങനെ കഴിയുന്നു. ബലരാമനോട് കൂടിക്കൊണ്ട് ആ വനത്തിൽ വിവിധ തരത്തിലുള്ള മനോഹരമായിട്ടുള്ള പുഷ്പങ്ങളൊക്കെ കൊണ്ട് മാല കെട്ടി, വൈജയന്തി എന്നുള്ളൊരു മാല കെട്ടിക്കൊണ്ടും ഓടക്കുഴൽ വിളിച്ചുകൊണ്ടും അല്ലെ ഗോപ്യസ്തപക്കിമചരൻ ഏതമുഷ്യരൂപം ലാവണ്യ സാരസമരോ സാരമസമോർധ്വമനന്യസിദ്ധം ദൃഗ്ഭിപിബന്ധ്യനുസവാഭിനവം ദുരാപമേകാന്തധാമ യശസ്ശ്രിയ ഐശ്വരസ്യ. അങ്ങനെ വനത്തില് ഗോപന്മാരോടുകൂടി ഓടക്കുഴലും വിളിച്ച് പൈക്കളെ മേച്ചുകൊണ്ടും ഒക്കെ പലതരത്തിലുള്ള ലീലകള് ആ പരബ്രഹ്മ സ്വരൂപം ഒരു മനുഷ്യവേഷം സ്വീകരിച്ചുകൊണ്ട് അവിടെ നടക്കുന്നു. അങ്ങനെ സഞ്ചരിക്കുന്നല്ലോ അവിടെ, അല്ലെ. ആ ലാവണ്യത്തിന്റെ സൗന്ദര്യാനുഭൂതിയുടെ സാരസർവസ്വമായതും അതിലുപരി എന്താണ്, എല്ലായിടങ്ങളിലും ഭഗവാന്റെ അനുഗ്രഹം പരിലസിക്കുന്നതും നിത്യനൂതനവുമായിട്ടുള്ള, പിന്നെ അത് തന്നെ പോരാ, ഏറ്റവും ഏവം ദുർലഭ്യവസ്തുന്യഭിസുലഭതയാ എന്ന് പറഞ്ഞ പോലെ അതിദുർലഭമായിട്ടുള്ള യശസ്സിനും അതുപോലെ ശ്രീഭഗവതിക്കും ഐശ്വര്യത്തിനും ഒക്കെ ഏക ആശ്രയമായിട്ട് വിളങ്ങുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ, ആ ഭഗവാന്റെ സ്വരൂപത്തെ നേത്രങ്ങളെ കൊണ്ട് അനുസ്യൂതം പാനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഗോപികമാര്, അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഏകാന്തധാമൈശ്വര്യ ഐശ്വരസ്യ, അവരുടെ താപം അല്ലെ, ഗോപ്യസ്തപ, എന്തൊരു താപസ്സാണ് അവർ ചെയ്തത്. കണ്ണനെ ഇതുപോലെ ആനന്ദിക്കുവാനും ആ നേത്രങ്ങളെ കൊണ്ട് സാരൂപ്യ ആനന്ദം അവർക്ക് അനുഭവിക്കാനുണ്ടെങ്കിൽ എന്തൊരു ഭാഗ്യം ചെയ്തവരാണ് ശരിക്കും. യഥാർത്ഥത്തിൽ ഗോപികമാര് കാണുന്നത്, അതുകൊണ്ടാണ് മല്ലരംഗത്തിൽ പേടി മുഴുവൻ ഉണ്ടായിട്ടുള്ളത് ശത്രുക്കൾക്ക് മാത്രമേ ഉള്ളൂ ശരിക്കും, അല്ലേ. എല്ലാവർക്കും അവരവരുടെ ദേവകി വസുദേവന്മാർക്ക് മകനായിട്ടും അല്ലെ, ഇവിടെ ഗോപികമാർക്ക് എന്താണ്, ഗോപികമാര് കാണുന്നത് എന്താണ് ശരിക്കും, ബലരാമനോടൊത്ത വൃന്ദാവനത്തിലും വ്രജത്തിലും ഒക്കെ മനോഹരമായിട്ടുള്ള വേഷങ്ങളൊക്കെ അണിഞ്ഞ് ആനന്ദം നൃത്തം ചെയ്ത് ആ വൈജയന്തിമാലയൊക്കെ ഇട്ട് ഗോപന്മാരുടെ കൂടെ നടുക്ക് നിന്നുകൊണ്ട് നൃത്തം ചെയ്യുന്നതായിട്ടുള്ള രാമകൃഷ്ണന്മാര്, അത് നിത്യനൂതനമായിട്ടുള്ള ഒരു രൂപം തന്നെയാണെന്ന് പറയാണ്. അപ്പൊ ഇവിടെ സന്നിഹിതരായിട്ടുള്ള മധുരയിലെ മറ്റ് എന്താണ് നഗര സ്ത്രീകൾ എന്ന് വേണേൽ പറയാം, വ്രജത്തിലല്ലാതെ മറ്റു സ്ത്രീകളോ അവര് ആ ഭഗവാന്റെ ആ സൗകുമാര്യം അല്ലെ നിറഞ്ഞതായിട്ടുള്ള രാമകൃഷ്ണന്മാര് ഭീമാകാരമായിട്ടുള്ള മല്ലന്മാരോട് മല്ലിടുമ്പോൾ ഒരു ഹൃദയഭേദകമായിട്ടുള്ള ഒരു കാഴ്ചയായിട്ടാണ് അവർക്ക് തോന്നുന്നത് ശരിക്ക്. അപ്പം ഇതില് മധുരാവാസികളായിട്ടുള്ളവർക്ക് വ്യാകുലതയാണ്, പക്ഷെ ഗോപികുമാർക്കുണ്ടോ? ഗോപികുമാരെന്താണ്,
സാക്ഷാൽ പരബ്രഹ്മമായിട്ടുള്ള ഈശ്വരന് എന്താ ചെയ്യാൻ സാധിക്കാത്തത്? ഈ ഒരു ഉറച്ച ഭക്തിയുള്ള ഗോപികമാർക്ക് പേടിയുണ്ടാകുന്നില്ല. എന്നാൽ ഈ മധുര സ്ത്രീകൾക്കൊക്കെ അവരൊക്കെയാണ് ഇത് പേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഗോപികമാർ എത്രയോ മഹത്തായിട്ടുള്ള തപസ് അനുഷ്ഠിച്ചതാണെന്ന് കരുതിക്കൊണ്ട് തങ്ങള് അതൊന്നും ചെയ്യില്ലെന്നുമൊക്കെ അവിടുന്ന് പശ്ചാത്തപിക്കുന്നു. ശരിക്ക് അതെന്തറിഞ്ഞെങ്കിൽ ഇവർക്കും ചെയ്യാമായിരുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ ഗോപികമാരോട് സത്യത്തില് കൗരവ സ്ത്രീകൾക്ക് അസൂയയല്ല ശരിക്ക്, പിന്നെന്താണ്? ഗോപികമാരുടെ തപസ് എങ്ങനെയാണ് ഈ കണ്ണനെ ഇത്രയും ഇവർക്ക് ആനന്ദിക്കാൻ ഇവർക്ക് ഉണ്ടായിട്ടുള്ള തപസ് എന്താണ്? ആ തപസ് അറിഞ്ഞിരുന്ന് ഞങ്ങളും ചെയ്യാൻ തയ്യാറായിരുന്നു എന്ന് അവര് അവിടെ പ്രശംസിക്കുകയാണ് ശരിക്ക്. അവരുടെ ആ ഒരു ഭാഗ്യാതിരേകത്തെ അവിടെ പ്രശംസിക്കുകയാണ്. ഞങ്ങളുടെ ആ ഒരു ഭാഗ്യഹീനതയിൽ എന്താണ് വ്യാകുലത തെളിയിക്കുകയും ചെയ്യുന്നു. അവിടെ പറയുന്നു, യാദോഹനേ വഹനനേ മഥനോപലേപ പ്രേംഘേഘനാർഭരുദിതോക്ഷണമാർജനാദോ ഗായന്തി ജൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാവ്രജസ്ത്രിയ ഉരുക്രമചിത്തയാന. ഗോപികമാര് ജീവിക്കുന്നതിന് എന്തിനു വേണ്ടിയിട്ടാണ്? ഉരുക്രമചിത്തയാന. ആ ഭഗവാന്റെ ഉരുക്രമനായിട്ടുള്ള ഭഗവാനിൽ തന്നെ അർപ്പിച്ച ഹൃദയത്തോടു കൂടിയിട്ടുള്ള, അല്ലെ, ഭഗവാന് വേണ്ടിയിട്ടാണ് ശരിക്ക്, കൃഷ്ണന് വേണ്ടിയിട്ടാണ് ശരിക്ക് ഗോപികമാർ ജീവിക്കുന്നത്. അവരുടെ ഹൃദയങ്ങള്, അവരുടെ ആ ഹൃദയങ്ങൾ സദാസമയവും അനുരാഗപൂരിതങ്ങളായിക്കൊണ്ട് ഭഗവാനോട് തന്നെ സ്നേഹിച്ചുകൊണ്ട് അവർ കഴിയുന്നു. എപ്പോഴും ആനന്ദാശ്രുക്കൾ പൊഴിച്ചുകൊണ്ട്, പൈക്കളെ കറക്കുമ്പോഴും നെല്ലു കൊത്തുമ്പോഴും ഗായന്തി ചൈനമനുരക്തധിയോ ശ്രുകണ്ഠ്യോ ധന്യാവ്രജസ്ത്രീയ ഉരുക്രമ ചിത്തയാന. അപ്പം ഏത് സമയത്ത് എന്ത് ജോലി ചെയ്താലും, അവിടെ നിലം വഴുകുന്ന സമയത്തായിക്കോട്ടെ, ഊഞ്ഞാലാടുന്ന സമയത്തായിക്കോട്ടെ, പിന്നെയോ കുട്ടികളുടെ നിലവിളി മാറ്റുക, വെള്ളം നനയ്ക്കുക, പാത്രം കഴുകുക, ഇങ്ങനെയുള്ള ആ ഗൃഹത്തിലുള്ള ജോലികളൊക്കെ ചെയ്യുമ്പോഴും എന്താണ്, എല്ലാം ആ ഭഗവാന്റെ കീർത്തനങ്ങള്, അല്ലെ, ആ ശ്രീകൃഷ്ണന്റെ അപദാനങ്ങൾ വാഴ്ത്തിപ്പാടുന്നതായിട്ടുള്ള കീർത്തനങ്ങൾ പാടിക്കൊണ്ട് സ്വയം ആനന്ദിച്ചുകൊണ്ടായിരുന്നു അവര് അവരുടെ കർമ്മങ്ങൾ ചെയ്തത്. എത്രയോ ധന്യകളായിരുന്നു. ധന്യ വ്രജസ്ത്രീയ ഉരുക്രമചിത്തയാന. ആ ഉരുക്രമനെ മനസ്സിൽ താലോലിച്ചുകൊണ്ട് എല്ലാം കണ്ണന് വേണ്ടിയിട്ട് എന്നുള്ള രീതിയിൽ കർമ്മത്തിൽ ഏർപ്പെടുന്ന അവര് എത്രയോ ധന്യകളാണ് അവർ ശരിക്ക്. പ്രാതർവ്രജാൽ വ്രജതാവിശതശ്ച സായം ഗോഭിസമം ഗുണയതോൻസ്യ നിശമ്യ വേണും നിർഗമ്യതോർണമബലാ പഥിഭൂരി പുണ്യാ പശ്യന്തി സസ്മിതമുഖം സദയാവലോകം. പ്രാതർവ്രജാൽ വ്രജത ആവിശതശ്ച സായം. ശ്രീകൃഷ്ണൻ രാവിലെ ആ ഓടക്കഴിൽ വിളിച്ചുകൊണ്ട് ആ പൈക്കളെ മേയ്ക്കുവാനുണ്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാലോ വൈകുന്നേരം തിരിച്ചു വരുന്നത് വരെ അവര് ആ ഭഗവാന്റെ ഓരോ പ്രവൃത്തികളെ കുറിച്ചും, അല്ലെങ്കിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള ഓരോ ലീലകളെയും മനസ്സാ അവിടുന്ന് ചിന്തിച്ചുകൊണ്ട് മടങ്ങുന്നത് വരെ, ആ മടങ്ങുമ്പോഴുള്ള ആ വേണുഗാനം കേട്ട് വേഗം എന്ത് ചെയ്യും, വേഗം എതിരേൽക്കുവാൻ വേണ്ടിയിട്ട് ഗൃഹങ്ങളിൽ നിന്ന് പുറത്തു വന്ന് ആ വഴിയിൽ വെച്ച് തന്നെ കരുണാർദ്രമായിട്ടുള്ള, അല്ലെ, ഭഗവാന്റെ ആ പ്രേമ നിരീക്ഷണമായിട്ടുള്ള ആ കരുണാർദ്രമായിട്ടുള്ള നോട്ടത്തോടും, അതുപോലെയോ തൂമന്ദഹാസം പുഞ്ചിരി തൂവുന്നതായിട്ടുള്ള ആ ശ്രീമുഖത്തോട് കൂടിയിട്ടുള്ള ഭഗവാനെ വീക്ഷിക്കുന്നതായിട്ടുള്ള പശ്യന്തി സസ്മിത മുഖം സദയാവലോകം. അങ്ങനെ അവര് ആ കണ്ണനെ കണ്ടുകൊണ്ടിരിക്കുന്നു പറയാണ്. അവിടെ സ്ത്രീകൾ പരസ്പരം അവിടുന്ന് പറഞ്ഞു, എന്താണ്, ഏവം പ്രഭാഷമാണാസു സ്ത്രീഷു യോഗേശ്വരോ ഹരി ശത്രും ഹന്തും മനശ്ചക്രേ ഭഗവാൻ ഭരതർഷഭ. യോഗേശ്വരനും ഭഗവാനും ആയിട്ടുള്ള, അല്ലെ, ആ ശ്രീഹരി ശത്രുക്കളെയൊക്കെ നിഗ്രഹിക്കുവാൻ വേണ്ടി തീരുമാനിച്ചുകൊണ്ടാണ് ഈ ഒരു അവതാരം തന്നെ സ്വീകരിച്ചത്. അപ്പം ഈ ഭയത്തോടു കൂടിയിട്ടുള്ള സ്ത്രീകളുടെ വിലാപം, അല്ലെ, ഭഗവാന്റെ ആ പ്രേമ നിരീക്ഷണമായിട്ടുള്ള ആ കരുണാർദ്രമായിട്ടുള്ള നോട്ടത്തോടും, അതുപോലെയോ തൂമന്ദഹാസം പുഞ്ചിരി തൂവുന്നതായിട്ടുള്ള ആ ശ്രീമുഖത്തോടും കൂടിയിട്ടുള്ള ഭഗവാനെ വീക്ഷിക്കുന്നതായിട്ടുള്ള
കേട്ടുകൊണ്ട് അവിടെ ഇതാ പുത്രസ്നേഹാധിക്യം കാരണമായിക്കൊണ്ട് ദുഃഖിതരായിട്ടുള്ള ദേവകീ വസുദേവന്മാര്, മക്കൾ ഈ രാമകൃഷ്ണന്മാരെ വിചാരിച്ചുകൊണ്ട് കരയുന്നതായിട്ടുള്ള ദേവകീ വസുദേവന്മാര്, അവര് കരയുന്നതോടെ പിന്നെയോ ശ്രീകൃഷ്ണനും ചാണൂരനും ഏതെല്ലാം വിധത്തിലുള്ള യുദ്ധമുറകളൊക്കെ അവിടെ സ്വീകരിച്ചുവോ അതേപോലെ തന്നെ ദാ കൃഷ്ണനെ അനുകരിക്കുകയാണോ എന്ന് തോന്നിപ്പോകും രാമേട്ടൻ മുഷ്ടികനോടും അതേപോലെ മുറകളൊക്കെ അവിടെ ഉപയോഗിച്ചു. അങ്ങനെ ആ ഭഗവാന്റെ ശരീരാവയവങ്ങളാൽ ഒക്കെ അവിടെ പറയുന്നുണ്ട്, വജ്രനിഷ്പേഷ നിഷ്ഠുരൈഹി എന്ന് പറയുന്നുണ്ട്. വജ്രപാത സമാനമായിട്ടുള്ള കഠിന പ്രഹരങ്ങളാലെ ചാണൂരിന്റെ ദേഹമൊക്കെ തകർന്നു. അല്ലെ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ അണ്ടകടാഹങ്ങളെ മുഴുവൻ കുക്ഷിയിൽ ഒതുക്കിയിട്ടുള്ള ഭഗവാന്റെ കൈകളിൽ നിന്ന് ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? തകർന്നു അവിടെ ചാണൂരൻ എന്ന് പറയാണ്. അങ്ങനെ തുടരെ തുടരെ ആലസ്യം അനുഭവിപ്പിച്ചുകൊണ്ട് ആ എന്താണ് ഭഗവത് ലക്ഷണങ്ങൾ മുഴുവൻ പുറത്ത് കാണിക്കുന്ന രീതിയിലേക്ക് അവിടെ പരുന്തിനെ പോലെ വേഗതയുള്ള ആ ചാണൂരൻ രണ്ട് കൈകളും മടക്കി പിടിച്ചുകൊണ്ട് മേൽപോട്ട് ചാടി ആ ഭഗവാന്റെ മാർവിടത്തിലേക്ക് വന്നങ്ങ് വീണു. പൂമാല കൊണ്ട് പ്രഹരിക്കപ്പെട്ടതായിട്ടുള്ള ആനയെ പോലെ ആ ഒരു പതനം ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും കുലുക്കിയില്ല എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ്? യോഗേശ്വരൻ അല്ലെ, യോഗശക്തി കൊണ്ട് ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അവിടെ ഭഗവാൻ എന്ത് ചെയ്തു? ആ ചാണൂരന്റെ രണ്ട് കൈകളും അങ്ങോട്ട് കൂട്ടിപ്പിടിച്ച് അല്ലെ, കുറെ പ്രാവശ്യം അങ്ങോട്ട് വട്ടം തിരിച്ച് ചുഴറ്റി നേരെ കുറച്ചു നേരം ആ എടുത്തങ്ങോട്ട് കൈ പിടിച്ചതോടുകൂടി ഒന്ന് ചുഴറ്റാൻ തുടങ്ങിയപ്പോ തന്നെ ചാണൂരിന്റെ കഥയൊക്കെ കഴിഞ്ഞു അവിടെ. അങ്ങനെ ചാണൂരിനെ നിലത്തേക്ക് അങ്ങോട്ട് എറിഞ്ഞു. വേഗം അവന്റെ അലങ്കാരങ്ങളൊക്കെ അവിടെ നിന്ന് തെറിച്ചു വീണു, തലമുടി ചിതറി. അങ്ങനെ അവൻ ഒരു ഇന്ദ്രധ്വജം പോലെ അവിടെ നിലംപതിച്ചു എന്ന് പറയാണ്. എന്താണ് ഇന്ദ്രധ്വജം എന്ന് പറഞ്ഞാല്? വജ്രായുധം അല്ലെ, വജ്രായുധം പോലെ ആ ഇന്ദ്രധ്വജം പോലെ അവിടെ നിലംപതിച്ചു. അതോടെ ആ ചാണൂരിന്റെ കഥ അവിടെ കഴിഞ്ഞു. തഥൈവ മുഷ്ടിക പൂർവം സുമുഷ്ട്യാഭിഹതേന വൈ ബലഭദ്രേണ ബലിന തലേനാഭിഹതോ ഭൃശം. പിന്നെയോ മുഷ്ടികൻ കൈ ചുരുട്ടി ബലരാമനെ അങ്ങോട്ട് ഇടിച്ചു. എന്നാൽ ഈ ബലനായിട്ടുള്ള ബലരാമനെ ഇടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഏൽക്കാനുണ്ടോ? അല്ലെ, മഹാബലവാനായിട്ടുള്ള ആ ബലരാമൻ എന്തായി? മുഷ്ടി ചുരുട്ടി മുഷ്ടികനെ ഒന്ന് പ്രഹരിച്ചു. അത് ഏറ്റതോടുകൂടി വേഗം അവിടുന്ന് വിറച്ചുകൊണ്ട് രക്തം ഛർദിച്ചുകൊണ്ട് ആ മുഷ്ടികനും അവിടെ മരിച്ചു വീണു. അങ്ങനെ ഒരു കൊടുങ്കാറ്റിനാൽ പുഴപ്പെട്ടതായിട്ടുള്ള ഒരു വലിയ വൻ വൃക്ഷമൊക്കെ ഇങ്ങനെ നിലംപതിക്കുകയല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് ഈ അജാന ബാഹുക്കളായിട്ടുള്ള ഈ മുഷ്ടികനും ചാണൂരനും ഒക്കെ അവിടെ നിലംപതിച്ചത്. അതിന്റെ പുറകെ തന്നെ പിന്നെ തതഃകൂടമനുപ്രാപ്തം രാമപ്രഹരതാം വര അവതീലീലയാ രാജൻ സാവജ്ഞം വാമമുഷ്ടിന. പിന്നെ കൂടൻ, തോശലൻ തുടങ്ങിയതായിട്ടുള്ള ശലൻ, തോശലകൻ ഒക്കെ ഉണ്ടല്ലോ മല്ലന്മാര്. അവര് ആ ബലരാമൻ എന്ത് ചെയ്തു? ബലരാമൻ ആ കൂടൻ എന്ന മല്ലൻ ബലരാമനെ നേരിട്ട് കൂടനെ അദ്ദേഹം അവജ്ഞയോടെ ഇടത്ത് കൈകൊണ്ട് ഒരു അടിയും കൊടുത്തോടുകൂടി ആ കൂടന്റെ കഥ അവിടെ കഴിഞ്ഞു. പിന്നെ ശരൻ, തോശലൻ ഇവരെയൊക്കെ ഗംഭീരമായിട്ട് അവിടുന്ന് രണ്ടായിട്ട് പിളർത്തുകയാണ് ചെയ്തത്. തർഹ്യേവഹി ശലകൃഷ്ണ പാദാവഹത ശീർഷക ദ്വിധാ വിദീർണസ്തോശലക ഉഭാവപി നിപേതതു. അപ്പൊ ശലൻ എന്ന മല്ലൻ ആ കൃഷ്ണന്റെ പാദത്തില് തലമണ്ട ചെന്ന് ഇടിക്കുന്ന സമയത്ത് ആ ശിരസ് ചതഞ്ഞുപോയി എന്നാ പറയുന്നത്. തോശലകനെ നേരെ ചവിട്ടി രണ്ടായിട്ട് അങ്ങോട്ട് വലിച്ചു കീറി അങ്ങോട്ട് ഇട്ടു. ഇങ്ങനെ രണ്ടുപേരെയും കൊന്നു അവിടെ. അപ്പൊ ചാണൂരൻ, മുഷ്ടികൻ, കൂടൻ, ശലൻ, തോശലകൻ ഇവരെയൊക്കെ അവിടുന്ന് നിഗ്രഹിച്ചു. ബാക്കിയുള്ളവരൊക്കെ എന്തായി? ബാക്കിയുള്ളവർക്ക് വേഗം ശേഷാ പ്രദ്രുദ്രോർമല്ല സർവേ പ്രാണപരീക്ഷവ. അവരൊക്കെ ജീവനും കൊണ്ട് അവരൊക്കെ ഓടി പറയാണ്. അങ്ങനെ പെരുമ്പറകളൊക്കെ മുഴങ്ങി. ഇതെല്ലാം അറിഞ്ഞതോടുകൂടി ആകാശതിരകളില്
ദേവന്മാരെല്ലാവരും നിറഞ്ഞു. അവരൊക്കെ പുഷ്പവൃഷ്ടികൾ ചെയ്തു. അവിടെ രാമകൃഷ്ണന്മാര് ശബ്ദിക്കുന്നതായിട്ടുള്ള ആ കാൽച്ചിലമ്പുകൾ കേട്ടതോടുകൂടി എന്തായി, ഗോപന്മാര് അവര് പതിവ് പോലെ അവരിതാ ആ കണ്ണനോട് ചേർന്ന് നിന്നുകൊണ്ട് നൃത്തമാടാൻ തുടങ്ങി അവിടെ. അപ്പം ആ മല്ലരംഗത്തിലെ കംസനെ ഒഴിച്ച് ബാക്കി എല്ലാവരും എല്ലാവരും ഈ രാമകൃഷ്ണന്മാരുടെ പ്രവൃത്തി കണ്ടുകൊണ്ട് ആഹ്ലാദിച്ചു എന്ന് പറയാണ്. അതാണ് ജനാ പ്രജഹൃഷു സർവേ കർമ്മണ രാമകൃഷ്ണയോ ഋതേ കംസം വിപ്രമുഖ്യ സാധവ സാധു സാധ്വിതി. അവിടെ കംസനെ ഒഴിച്ച് ബാക്കി എല്ലാവരും രാമകൃഷ്ണന്മാരുടെ പ്രവൃത്തിയില് ഹർഷഭരിതരായി അവര്, അല്ലെ? അവിടെ പറഞ്ഞു സാധവ സാധു വിപ്രമുഖ്യ സാധവ സാധു സാധു. അവരുടെ ബ്രാഹ്മണര് തുടങ്ങിയതായിട്ടുള്ള ധാരാളം ഭക്തന്മാര് അവരൊക്കെ എല്ലാവരും ആ രാമകൃഷ്ണന്മാരെയൊക്കെ അനുമോദിച്ചു എന്ന് പറയാണ്. എന്തായാലും ആ രാമകൃഷ്ണന്മാര് മല്ലവീരന്മാരൊക്കെ അവിടുന്ന് മരിക്കുകയും ശേഷിച്ചവരൊക്കെ അവിടുന്ന് പലായനം ചെയ്തപ്പോഴേക്കും എന്തായി, ആ കംസൻ വാദ്യഘോഷങ്ങളൊക്കെ നിർത്തുവാൻ വേണ്ടിയിട്ട് അവിടുന്ന് നിർദ്ദേശിച്ചു. ഈ ദുഷ്പ്രവൃത്തികൾ ചെയ്തവരായിട്ടുള്ള ഈ ദേവകി വസുദേവന്മാരുടെ പുത്രന്മാരെയൊക്കെ രാമകൃഷ്ണന്മാരെയൊക്കെ വേഗം ആ മധുരാപുരിയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുവാൻ വേണ്ടിയൊക്കെ ആജ്ഞ ചെയ്തോടെ. അത് തന്നെയല്ല, ഈ കുറച്ചു കാലം കൂടെ ഉണ്ടായിരുന്നത് നന്ദഗോപരാണ്. ആ നന്ദഗോപരെയൊക്കെ ബന്ധിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബന്ധിച്ച് അയാളുടെയിലുള്ള സ്വത്ത് മുഴുവൻ കണ്ടെത്തുക. കൃഷ്ണനോടുള്ള വിരോധം കൊണ്ട് ഇപ്പൊ ആരാണ് ശരിക്ക് കൃഷ്ണന്റെ അച്ഛനും അമ്മയും വസുദേവരും ദേവകിയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ നിഗ്രഹിക്കുവാനും, പിന്നെ നന്ദഗോപരെ എന്ത് ചെയ്യണം, നന്ദഗോപരെ ബന്ധിപ്പിച്ച് അവരുടെ ഗോധനമൊക്കെ കണ്ടുകെട്ടുകയും ഒക്കെ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്തായാലും ഉടനെ തന്നെ ആ ദുർബുദ്ധിയായിട്ടുള്ള വസുദേവരെയും ഒക്കെ ശത്രുപക്ഷം ചേർന്നതായിട്ടുള്ള ഉഗ്രസേനെയും ഒക്കെ ഉടനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ആ കംസൻ തന്റെ മരണ ഭയത്തോടു കൂടിയിട്ടുള്ള ആ ഒരു ഭ്രാന്തത്തോടു കൂടിക്കൊണ്ട് ആജ്ഞാപിച്ചോടെ. എന്തായാലും രാമകൃഷ്ണന്മാര് വസുദേവപുത്രന്മാരാണെന്നുള്ളത് കംസൻ അവിടെ എല്ലാവരിലേക്കും അറിയിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും കാലം ആർക്കും അറിയില്ല, അല്ലെ? എല്ലാവരും നന്ദഗോപരുടെ യശോദയുടെയും മകനാണ് കൃഷ്ണൻ എന്നുള്ള ധാരണയിലാണ്. അതിപ്പോ ഇവിടെ പരസ്യമാക്കുകയാണ് അവിടെ. അപ്പൊ അവരെ രഹസ്യമായി പാർപ്പിച്ചതാണ് നന്ദഗോപരുടെ തെറ്റ്. ശരിക്കും ആ രഹസ്യമായിട്ട് പ്രാർത്ഥിച്ചതിന്റെ പേരിലാണ് സ്വത്തുക്കളൊക്കെ കണ്ടെത്തുകയും ബന്ധിപ്പിക്കുവാനും ഓർഡർ ചെയ്യുകയും മറ്റവരെ എന്ത് ചെയ്തു, മറ്റവരെ കൊന്നോളാനാണ് അവിടെ ആജ്ഞാപിച്ചിരിക്കുന്നത്. എന്തായാലും കംസൻ ഇപ്രകാരമൊക്കെ ഇങ്ങനെ പൊലമ്പിക്കൊണ്ടിരിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാനെ എന്തെന്നില്ലാതെ കോപിപ്പിച്ചു. അച്ഛനമ്മമാരെ കുറിച്ചല്ലേ ഈ പറയുന്നത്? വേഗം ചൊടിപ്പിച്ചു അവിടെ. അദ്ദേഹം ഉടനെ തന്നെ എന്ത് ചെയ്തു, നിഷ്പ്രയാസം ആ അത്യുച്ചത്തിലുള്ള മഞ്ചത്തിലേക്ക് വേഗം ലഘിംനോൽപത്യതരസാ മഞ്ചമുത്തങ്കമാരുഹൽ, നേരെ ആ മഞ്ചത്തിലേക്ക് അങ്ങോട്ട് ചാടി അങ്ങോട്ട് കയറിയപ്പോഴത്തേക്കും ആ ഭഗവാന്റെ ആ വരവ് കണ്ടത് തന്നെ ഇത് തന്നെയാണ് നിഗ്രഹിക്കാനുള്ള അന്തകനെന്ന് മനസ്സിലാക്കിയതായിട്ടുള്ള കംസൻ വേഗം തന്നെ മനസ്വീ സഹസോദ്ധായ ജഗൃഹേ സോസി ജർമ്മണി, വേഗം മനസാന്നിധ്യം അങ്ങോട്ട് പതറാതെ ആ ഇരിപ്പിടത്തിൽ നിന്ന് അങ്ങോട്ട് ചാടി എഴുന്നേറ്റും അങ്ങോട്ട്. എന്നിട്ടോ തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വാളും പരിചയവും അങ്ങോട്ട് കയ്യിലെടുത്ത് കംസൻ പിടികൊടുക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് ആ വാളും ജലതിയും ഒക്കെ എടുത്ത് ആകാശത്തിലെ പരുന്ത് കണക്കെ ഇടവും വലവും തിരിഞ്ഞുകൊണ്ടിരിക്കുക. അസഹ്യമായിട്ട് ഉഗ്രമായിട്ടുള്ള ആ തേജസ്സോട് കൂടിയിട്ടുള്ള ആ ഭഗവാൻ എങ്ങനെയാണോ അവിടെ പറയുന്നുണ്ട്, യഥോരകം താക്ഷ്യസുത പ്രസഹ്യ, എങ്ങനെയാണോ ഒരു ഗരുഡൻ ആ ശത്രുവായിട്ടുള്ള പാമ്പിനെ എന്ന പോലെ ആ കംസനെ അങ്ങോട്ട് ബലാത്കാരേണ അങ്ങോട്ട് കയറി കടന്നങ്ങോട്ട് പിടിച്ചു ഭഗവാൻ. പ്രഗൃഹ്യ കേശേഷു ചലൽ കിരീടം നിപാത്യ രംഗോപരി തുംഗമഞ്ചാൽ തസ്യോപരിഷ്ടാ സ്വയം അബ്ജനാഭ പപാദ വിശ്വാശ്രയ ആത്മതന്ത്ര. ഈ ലോകത്തിന്റെ ഒക്കെ എല്ലാവരുടെയും ആശ്രയഭൂതനായിട്ടുള്ള, അല്ലെ, സർവതന്ത്ര സ്വതന്ത്രനായിട്ടുള്ള ഭഗവാൻ ആ ശ്രീകൃഷ്ണൻ കിരീടം ഇളകി മറിയുവാൻ തുടങ്ങിയതായിട്ടുള്ള കംസന്റെ തലമുടി അങ്ങോട്ട് ചുറ്റി അങ്ങോട്ട് പിടിച്ച്
ഉയരത്തിലുള്ള മഞ്ചത്തിൽ നിന്നും താഴെയുള്ള ആ മല്ലരംഗത്തിലേക്ക് അവിടുന്ന് അങ്ങോട്ട് തള്ളിയിട്ടു. എന്നിട്ടോ താനും ആ കംസന്റെ മുകളിലേക്ക് ചാടി അങ്ങോട്ട് വീണു എന്നാ പറയുന്നത്. ഈ ആ ഭഗവാൻ തന്നെ അല്ലെ തന്റെ മേത്തേക്ക് അങ്ങോട്ട് വീഴുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ. അപ്പൊ തന്നെ കഴിഞ്ഞു, കംസന്റെ കഥ കഴിഞ്ഞു. അപ്പൊ തന്നെ ആ കംസനെ അല്ലെ ശരീരം എന്താണ് ഒരു ചത്ത ആനയെ പോലെ എന്നുള്ള രീതിയിൽ അതിനെ കൊന്നതായിട്ടുള്ള സിംഹം എങ്ങനെയാണോ ആ നിൽക്കുന്നത്, അതുപോലെയാണ് ജനങ്ങൾ നോക്കി നിൽക്കെ തന്നെ ആ കംസനെ കൊന്നതായിട്ടുള്ള സിംഹത്തെ പോലെ കൃഷ്ണൻ എന്താ അവിടെ നിലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് വലിച്ചഴിച്ചു ആ കംസന്റെ ശരീരത്തെ. ഇത് കണ്ട് സഭാവാസികളുടെ ഉച്ചത്തിലുള്ള ഹാഹാ ശബ്ദം അല്ലെ അവിടെ പറയുന്നുണ്ട്. ഹാഹേതി ശബ്ദസ്സു മഹാംസ്തദാഭൂത് ഉദീരിത സർവജനീ നരേന്ദ്ര. അവിടുന്ന് ഹാ 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 എന്നുള്ള ശബ്ദമൊക്കെ അവിടുന്ന് മുഴങ്ങി. അവിടുന്ന് ഇത്രയും സമയം വരെ തന്നെ ചിന്തിച്ചിരുന്നതായിട്ടുള്ള കംസൻ അല്ലേ, സനിത്യതോദ്വിഗ്നധിയാ തമീശ്വരം പിബൻ വദൻ വാ വിചരൻ സപഞ്ചസാൻ. അതായത് വെള്ളം കുടിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും പിന്നെയോ നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഇരിക്കുമ്പോഴും ശ്വസിക്കുമ്പോഴും ഒക്കെ ദദർശചക്രായുധമഗ്രതോ യതസ്തദേവരൂപം ദുരവാപമാപ. ആ ചക്രം ധരിച്ചതായിട്ടുള്ള സുദർശന ചക്രം ധരിച്ചതായിട്ടുള്ള ചക്രായുധനും ഈശ്വരനുമായിട്ടുള്ള മഹാവിഷ്ണുവിനെ ഭയത്തോടുകൂടി തന്നെ തൻ്റെ മനസ്സിൽ എപ്പോഴും കണ്ടുകൊണ്ടേ ഇരുന്നതായിട്ടുള്ള ആ കംസനെ സംബന്ധിച്ചിടത്തോളം നേരിട്ട് വന്ന് അല്ലെ കാണാൻ സാധിച്ചു. തൻ്റെ ശരീരം വെടിയുന്ന സമയത്ത് വലിയൊരു അല്ലെ യോഗികൾക്ക് പോലും അപ്രാപ്യമായിട്ടുള്ള ഒരു രീതിയിൽ അല്ലെ ആ ഒരു സാരൂപ്യ മുക്തിയാണ് കംസന് കൊടുത്തതെന്ന് പറയണം. അതാണ് അവിടെ ദദർശചക്രായുധമഗ്രതോയതസ്തദേവരൂപം ദുരവാപമാപ. അതായത് ദുരവാപമാപ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ ഒരു കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. യോഗികൾക്ക് പോലും അത് സാധിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു ഭാഗ്യം കംസന് സിദ്ധിച്ചിരിക്കുന്നു എന്ന് പറയുകയാണ്. എന്തായാലും ആ കാലനേമി ദേവാസുര യുദ്ധത്തിൽ ഭഗവാനാൽ നിഗ്രഹിക്കപ്പെട്ടിട്ടും അവശേഷിച്ചതായിട്ടുള്ള കർമ്മശിഷ്ടം ആണ് ഇപ്പോ ഈ ജന്മത്തില് അല്ലെ അവിടെ പ്രാരബ്ധമായിക്കൊണ്ട് അനുഭവിച്ചുകൊണ്ട് ഈ നൈഷ്കർമ്മ്യാവസ്ഥ പ്രാപിച്ച് ഇപ്പൊ എന്തായി, ഇപ്പം ഭഗവാന്റെ കൈകളിൽ നിന്നും തന്നെ മുക്തനായി എന്ന് പറയാണ്. അപ്പം ഇതിലേക്കുള്ള നിമിത്തവും എന്താണ്, ഭഗവാൻ തന്നെയാണ് ഇവിടെ കാണിച്ചു കൊടുത്തത് ശരിക്ക്. അപ്പൊ ആ ഭഗവാൻ എല്ലാവരുടെയും നമ്മളുടെ ഒക്കെ പ്രാരബ്ധത്തിന്റെ ഒക്കെ അവസാനം ഏനകേന പ്രകാരേണ അല്ലെ മുക്തിതനായിട്ട് ഭവിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം നമുക്കവിടെ. എന്തായാലും പിന്നീട് അവിടെ നിന്നുണ്ടായിരുന്ന ആ കംസന്റെ മറ്റ് അനുജന്മാരായിട്ടുള്ള കങ്കൻ, ന്യഗ്രോധൻ തുടങ്ങിയതായിട്ടുള്ള 8 അനുജന്മാര് അവരെയൊക്കെ കംസനെ എങ്ങനെയാണോ നിഗ്രഹിച്ചത് അതേ പ്രകാരം തന്നെ ക്രോധാവേശത്തോടുകൂടി തന്നെ അവരും കൃഷ്ണൻ രാമകൃഷ്ണന്മാരോട് യുദ്ധം ചെയ്യുവാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നു. അതിവേഗത്തിൽ കുതിച്ചു വന്നതായിട്ടുള്ള ആ യുദ്ധമോഹികളായിട്ടുള്ള അവരെ എല്ലാം ബലരാമൻ തൻ്റെ ആ ഇരുമ്പൊലക്ക കൊണ്ട്, അല്ലെങ്കിൽ ഇനി ഇരുമ്പൊലക്ക അല്ലെങ്കിൽ ഇരുമ്പൊലയ്ക്ക് സമാനമായിട്ടുള്ള ആനക്കൊമ്പ് അല്ലെ, ആനക്കൊമ്പാണല്ലോ ആയുധമായിട്ടുള്ള അവരുടെ കയ്യില്. ആനക്കൊമ്പ് കൊണ്ട് ഒരു സിംഹം എങ്ങനെയാണോ ആ മൃഗക്കൂട്ടങ്ങളെ മുഴുവൻ കൊന്നൊടുക്കുന്നത് എങ്ങനെയാണോ എന്ന് പറഞ്ഞതുപോലെ തന്നെ ആ 8 സഹോദരന്മാരെയും ആ ഇരുമ്പൊലക്ക പോലെയുള്ള ആനക്കൊമ്പ് കൊണ്ട് അടിച്ചു കൊന്നു എന്ന് പറയാണ്. ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പതിവ് പോലെ ആകാശത്ത് ദേവവാദ്യങ്ങളൊക്കെ മുഴങ്ങി. ബ്രഹ്മാവ്, രുദ്രൻ തുടങ്ങിയതായിട്ടുള്ള ദേവന്മാരെല്ലാം അവിടുന്ന് പുഷ്പൈകിരന്തസ്തം പ്രീതാഹ ശശംസു നൃതോ സ്ത്രീയ നൃത്തം അവിടെ എന്താണ് അപ്സരസുകളൊക്കെ ആനന്ദ നൃത്തമാടി അവിടെ. പിന്നീട് ഈ സന്ദർഭത്തിൽ കംസന്റെയും സഹോദരന്മാരുടെയും ഒക്കെ പത്നിമാര് തേഷാം സ്ത്രീയോ മഹാരാജ സുഹൃന്മരണ ദുഃഖിതാഹ തത്രാഭിയോർ വിനിഘ്നന്ധ്യാശീർഷാണ്യശ്രുവിലോചനാഹ. അവര് നേരെ ആ സഹോദരന്മാരുടെ പത്നിമാര് ദുഃഖിതകളായിട്ട് അവര്
തലക്കടിച്ചും കണ്ണീരൊഴുക്കിക്കൊണ്ടും ഒക്കെ അവിടെ ഓടി അവിടെ എത്തിച്ചേർന്നു. അവിടെ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്നതായിട്ടുള്ള ഭർത്താക്കന്മാരെയൊക്കെ കണ്ട് അവര് ആ അടുത്ത് ചെന്ന് കെട്ടിപ്പിടിച്ചു കൊണ്ട് അവര് കരയുന്നു അവിടെ. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട ഭർത്താവായിട്ടുള്ളവരെ, ധർമ്മം അറിയുന്നവനെ, അറിഞ്ഞിട്ടും ഈ ധർമ്മത്തിന് പുറപ്പെട്ടതിനാൽ താങ്കൾക്ക് വൈധവ്യം വന്നു എന്നുള്ളൊരു ഒരു കുറ്റബോധം തങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുകയാണ്. അതുകൊണ്ട് മരിച്ചതിൽ അങ്ങയെ ആശ്രയിച്ചു കഴിയുന്നതായിട്ടുള്ള ഞങ്ങൾക്കും ഗൃഹങ്ങളും ഒക്കെ ഇന്ന് എന്തായി ശരിക്ക് അല്ലെ, അങ്ങേ നിങ്ങളുടെ ഒരു പ്രവൃത്തി കൊണ്ട്, അധർമ്മം കൊണ്ട് ഇന്ന് ഞങ്ങൾ എല്ലാവരും നിരാലംബരായി, ആശ്രയമില്ലാത്തൊരവസ്ഥയായി. ഇപ്പൊ ഇന്ന് കുട്ടികൾക്ക്, സന്താനങ്ങൾക്കും ഗൃഹങ്ങൾക്കും ഒന്നും നിരാലംബരായിട്ട് ഹതപ്രായരായിട്ട് ഞങ്ങൾ മാറിയിരിക്കുന്നു. എന്തായാലും ആ ഞങ്ങളുടെ ഒക്കെ നാഥനായിട്ടുള്ള പുരുഷശ്രേഷ്ഠനും ഞങ്ങളുടെ ഒക്കെ നാഥനുമായിട്ടുള്ള അങ്ങയിൽ നിന്നുള്ള ഈ വേർതിരിഞ്ഞുകൊണ്ട് സന്തോഷ പ്രകടനങ്ങളൊന്നും നടക്കാത്ത ഈ മധുരാപുരിയും ഇതാ ഇന്ന് ശോഭരഹിതമായി തീർന്നു. ഇന്ന് മധുരാപുരിയൊക്കെ ഇന്നും എല്ലാം സന്തോഷങ്ങളും ഇന്ന് അവസാനിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞവര് കരയാൻ തുടങ്ങി. അങ്ങ് നിരപരാധികളായിട്ടുള്ള ജീവജാലങ്ങളെയൊക്കെ കണക്കിലേറെ ദ്രോഹിച്ചിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് യഥാർത്ഥത്തില് ഈ ഇപ്പം ഇങ്ങനൊരു ആ ഭർത്താക്കന്മാരോട് പറയാണ്, അവര് ധാരാളം ജീവജാലങ്ങളെ ഇതിനു മുമ്പ് ദ്രോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഇപ്പൊ ഇതായത്. അതുകൊണ്ട് പ്രാണികളെ ദ്രോഹിക്കരുത് എന്നുള്ള ഒരു അല്ലെ, എവിടെയാണ് പറയുന്നുണ്ട് അവിടെ, തേനേ മാംഭോ ദശാം നീതോ ഭൂതൃ കോ ലഭതേശം കോ ലഭേതശം. എവിടെയാണ് ശാന്തി കിട്ടുക എന്ന്? പ്രാണികളെ ദ്രോഹിക്കുന്നവന് എവിടെയാണ് ശാന്തി കിട്ടുക? അതുകൊണ്ട് ഈ ലോകത്തിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം അതിൻ്റെ ഉൽപ്പത്തിയും ക്ഷയവും രക്ഷയും ഒക്കെ നൽകുന്നതായിട്ടുള്ള പരബ്രഹ്മ സ്വരൂപത്തിന്റെ മൂർത്തിഭാവമാണതാ ഈ നിൽക്കുന്നതായിട്ടുള്ള ശ്രീകൃഷ്ണൻ. സർവേഷാമിഹ ഭൂതാനാമേഷ ഹി പ്രഭവപ്യയ ഗോപ്താച തദവധ്യായി നകൊചിൽ സുഖമേധത്തെ. അപ്പൊ അദ്ദേഹത്തെ അവഗണിക്കുന്നവര് ഒരിക്കലും അവർക്ക് എന്താണ് സുഖം എന്നുള്ള ഒരവസ്ഥ ഉണ്ടാവില്ല. അതാണ് അവിടെ പറയുന്നത്. തത് അവധ്യായി ന ക്വചിൽ സുഖമേധത്തെ. ഒരിക്കലും അദ്ദേഹത്തിന് എതിരായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർക്ക് സുഖം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞു ശ്രീശൂബ്ര മഹർഷി പറയുകയാണ്. അങ്ങനെ ലോകരക്ഷകനായിട്ടുള്ള ഭഗവാൻ ആ രാജപത്നിമാരെയൊക്കെ അവിടുന്ന് ആശ്വസിപ്പിച്ചു. എന്നിട്ടോ മരിച്ചതായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടതായിട്ടുള്ള ശേഷക്രിയകളൊക്കെ ലോകത്തിന്റെ ആചാരപ്രകാരം, കാരണം എന്താണ്, അമ്മാവനാണ് മരിച്ചിരിക്കുന്നത് അല്ലെ, അമ്മാവന് ശേഷക്രിയ ചെയ്യാൻ അമ്മാവന് മക്കളില്ല എങ്കിൽ അല്ലെ, ദേവകി വസുദേവന്മാരെയൊക്കെ അവരെയൊക്കെ ബന്ധിച്ചിട്ടിരിക്കുന്നതാണെങ്കിൽ അവരെയൊക്കെ ബന്ധവിമുക്തരാക്കി, അവരെ ആ എന്താണ് കാരാഗ്രഹത്തിൽ അടച്ചിട്ടിരിക്കുന്ന ദേവകി വസുദേവന്മാരെയൊക്കെ ബന്ധന വിമുക്തനാക്കി. എന്നിട്ടോ അവരെ ആ പാദങ്ങളിൽ വീണങ്ങ് നമസ്കരിച്ചു. മാതരം പിതരം ചെയ്വ മോചയിത്വാധ ബന്ധനാൽ കൃഷ്ണരാമോപവന്താതെ ചിരതാസ്പൃശ്യപാദയോ. ദണ്ഡ നമസ്കാരം ചെയ്ത് ആ ശിരസ് കൊണ്ട് ആ പാദത്തെ സ്പർശിച്ചു എന്നാണ് പറയുക. അങ്ങനെ തങ്ങളെ വണങ്ങിയതായിട്ടുള്ള പുത്രന്മാര് ജഗദീശ്വരന്മാരാണ് എന്ന് അറിഞ്ഞതായിട്ടുള്ള ദേവകീ വസുദേവന്മാര് എന്തൊരു അവിവേകമാണോ ഇത് എന്ന് പോലും അവര് ശങ്കിച്ചു. അവര് ആ രാമകൃഷ്ണന്മാരെ ഒന്ന് പുണരാനോ അനുഗ്രഹിക്കാനോ ഒന്നും ചെയ്യാൻ തയ്യാറായില്ല പറയാണ്. ദേവകീ വസുദേവശ്ച വിജ്ഞായ ജഗദീശ്വരോ കൃതസംവന്ദനവും പുത്രവും സസ്വജാതെ ന ശങ്കീതവും. അവർക്ക് യാതൊരുവിധ സംശയവും അവര് ഇതിങ്ങനെ സംശയിച്ചുകൊണ്ട് അവര് ആ രാമകൃഷ്ണന്മാരെ അനുഗ്രഹിക്കുവാനോ പുണരുവാനോ അവര് തയ്യാറായില്ല എന്ന് പറയാണ്. അങ്ങനെ ആ രാമകൃഷ്ണന്മാര് യഥാർത്ഥത്തിൽ എന്താണ്, കംസന്റെ മരുമക്കളാണ് ശരിക്കും അവിടെ. അപ്പം യഥാർത്ഥത്തിൽ ഇവിടെ കംസനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, കുട്ടികളില്ല അവിടെ. അപ്പൊ കംസനെ സന്താനങ്ങൾ ഇല്ലാത്തതിനാൽ അവര് ശരിക്ക് ഈ രാമകൃഷ്ണന്മാരാരാണ്, പിണ്ടാധികാരികൾ തന്നെയാണ് അവിടെ. അപ്പൊ മരിച്ച അമ്മാവന്റെ ശവസംസ്കാരം, അതുപോലെ തന്നെ ഉദകക്രിയ, ഇങ്ങനെ ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ആർക്കുണ്ട്? രാമകൃഷ്ണന്മാർക്കുണ്ട്. അത് വേണ്ട പോലെ ആ ഭാഗങ്ങളൊക്കെ വേണ്ട പോലെ അവിടെ ഭഗവാൻ ചെയ്തു എന്ന് പറയണം. അപ്പം മരിച്ചത് ശത്രുവാണെങ്കിലും എന്താ അവിടെ കാണിക്കുന്നത് ശരിക്ക്? ശത്രുവാണെങ്കിലും ശത്രുതയാണ് അവിടെ മരിച്ചിരിക്കുന്നത്. ആ മരണത്തോടു കൂടി ശത്രുത മാറി അവിടെ.
അല്ലെ? ഭഗവാനിൽ നിന്ന് മുക്തി നേടിയതായിട്ടുള്ള ആളാണ് ആര്? അമ്മാവനായിട്ടുള്ള കംസൻ. അപ്പം ആ മരിച്ചത് ശത്രു ആണെങ്കിലും മരണത്തോടുകൂടി ആ ശത്രുത്വവും അവിടെ നശിക്കുന്നു എന്നാണ് ശരിക്കും പ്രമാണം. അപ്പൊ ഈ സന്ദർഭത്തില് കംസന്റെ മാതാവ് അവിടെ വന്ന വിലാപത്തോടുകൂടി ഭഗവാനോട് ശേഷക്രിയാദികളൊക്കെ ചെയ്യണം എന്ന് ആവശ്യപ്പെടുന്ന സമയത്ത് അതെല്ലാം വേണ്ട പോലെ ഇതാ ആ രാമകൃഷ്ണന്മാര് അതെല്ലാം ഒക്കെ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കംസവധം എന്നുള്ള ലീല ഭഗവാന്റെ പാദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.